RSSന്റെയും സംഘപരിവാറിന്റെയും സൈദ്ധാന്തികനായിരിക്കുകയും ചാനലുകളിലൊക്കെ വലിയ പ്രഭാഷകനായും പൊളിച്ചെഴുത്തെന്നുള്ള പരിപാടി നടത്തിയത് വലിയ ഒരു ബൗദ്ധിക രംഗത്ത്, കേരളത്തിൻ്റെ ബൗദ്ധിക രംഗത്ത് RSS സംഘപരിവാർ കാഴ്ചപ്പാടിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന, എന്നാൽ പൊതുകാര്യങ്ങൾ പറയുന്ന, പലപ്പോഴും RSSനെയും സംഘപരിവാറിനെയും BJP ഒക്കെ വിമർശിക്കുന്ന വളരെ വലിയ ഒരു ബുദ്ധിജീവി പരിവേഷത്തിൽ നിന്ന ആളാണ് TG മോഹൻദാസ്. പക്ഷെ അപ്പോൾ അങ്ങനെയുള്ള TG മോഹൻദാസ് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം, സോഷ്യൽ മീഡിയ വരുന്നതിൻ്റെ ഒരു പ്രശ്നം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് യൂട്യൂബ്, ഡിജിറ്റൽ മീഡിയ ചാനലുകൾ എന്ന് പറയുന്നത് എപ്പോഴും റേറ്റിന് വേണ്ടി, റീച്ചിന് വേണ്ടി ഇങ്ങനെ വീഡിയോകൾ ഒരുപാട് ചെയ്യും, ഒരേ സബ്ജക്റ്റ് ചെയ്യും, കുറേ സബ്ജക്റ്റുകൾ ചെയ്യും, പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഡൽഹിയിൽ നടന്ന CJP സമരത്തെ RSSന്റെ മോഹൻ ഭഗവത് പോലും തള്ളി പറഞ്ഞില്ല. RSSന്റെ മോഹൻ ഭഗവത് പറഞ്ഞത് അത് കൃത്യമായി കുട്ടികളെ കേൾക്കണം, വിദ്യാർത്ഥികളെ കേൾക്കണം, യുവജനങ്ങളെ കേൾക്കണം, അവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ദേശീയ RSSന്റെ സർവസംഘ ചാലക് പറയുമ്പോൾ ഇവിടെ അത് വച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പറഞ്ഞതിൽ ഒരു ഖേദം പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് മോഹൻദാസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഞാനൊരു കാര്യം പറഞ്ഞു, ഞാനൊരു വീഡിയോ ചെയ്തു, ഞാൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി, അല്ലെങ്കിൽ ഞാനൊരു ലേഖനം എഴുതി, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രസ്താവന വന്നു, ഞാനൊരു മീറ്റിങ്ങിൽ പ്രസംഗിച്ചു, അത് പബ്ലിക് പ്ലാറ്റ്ഫോമിലോട്ട് പോയി. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഒരാൾ പറയാണ് അത് എന്നെ ഉദ്ദേശിച്ചാണ്, അല്ലെങ്കിൽ ഞങ്ങളെ ഉദ്ദേശിച്ചാണ്, അല്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ളവരെ ഉദ്ദേശിച്ചാണ്, അത് ഞങ്ങൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങൾക്ക് വിഷമമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് തിരിച്ച് ഒരു സോറി പറയുന്ന, ശരി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു, ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്, ഞാൻ പൊതുവായി പറഞ്ഞതാണ്, ഞാൻ അങ്ങനെ ഒരു സ്പെസിഫിക് വിഭാഗത്തെ ഉദ്ദേശിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന ചില പരാമർശങ്ങളുണ്ട്. അവിടെ എന്നെ റേപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ, ഞങ്ങളെ റേപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞ് സ്ത്രീകൾ വരും എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉള്ള ഒരുപാട് ദ്വയാർത്ഥങ്ങളുള്ള, വ്യംഗ്യാർത്ഥങ്ങളുള്ള ദ്വന്ദ്വപ്രയോഗങ്ങളൊക്കെ നടത്തിയ ഒരു പ്രസ്താവനയാണ്, വീഡിയോ ആണ് TG മോഹൻദാസിൻ്റെതായിട്ട് പുറത്തു വന്നത്. അതൊരു കാരണവശാലും ഒരു പരിഷ്കൃത സമൂഹത്തിന്, ഒരു ആധുനിക സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പ്രതിഷേധമുണ്ട്, മറ്റ് എതിർ പാർട്ടികളെ നമുക്ക് എതിർപ്പുണ്ട്, അവരുടെ കാഴ്ചപ്പാടുകളോട് നമുക്ക് എതിർപ്പുണ്ട്, സമീപനങ്ങളോട് എതിർപ്പുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് പ്രകടിപ്പിക്കാം. പക്ഷെ അതിന് ഭാഷ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് വളരെ സീനിയർ അല്ലേ, അദ്ദേഹം പ്രായം കൊണ്ട് എത്രയോ സീനിയറാണ്, മക്കളുണ്ട്, ചെറുമക്കളുണ്ടായിരിക്കാം, പിന്നെ വൈഫുണ്ട്, അമ്മയുണ്ട്, കുടുംബമുണ്ട്, വലിയൊരു സിസ്റ്റത്തിൽ നിൽക്കുന്ന ആളല്ലേ. അപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും TG മോഹൻദാസ് ചെയ്തത് അക്ഷന്തവ്യമായ തെറ്റാണ്. പക്ഷേ അതിന് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. അതിനെ സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങൾ വരുന്നു. അവധി ദിവസം അറസ്റ്റ് ചെയ്തു, ജാമ്യം കിട്ടാതിരിക്കാനാണ്. പക്ഷേ 11 ദിവസം കഴിഞ്ഞു. എന്തായാലും കേസെടുത്തിട്ട് 11 ദിവസം കഴിഞ്ഞ്. പിന്നെ അത് കേസെടുത്തതിന് ഒരുപാട് താമസിച്ചാണ്, സൈബർ പോലീസാണ് കേസെടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് അർജുൻ ആയങ്കിയുടെ പ്രശ്നം വന്നു, അങ്ങനെ പല പല പ്രശ്നങ്ങൾ വന്നപ്പോൾ താമസിച്ചാണ് അറസ്റ്റ് ചെയ്തത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, TG മോഹൻദാസിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ കൃത്യമായത് കൊണ്ടായിരിക്കാം RSSന്റെ കേരളത്തിലെ ആളുകൾ TGയെ തള്ളിപ്പറഞ്ഞു. TG മോഹൻദാസ് ഞങ്ങളുടെ സൈദ്ധാന്തികനല്ല, ഞങ്ങളുടെ വക്താവല്ല, ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വളരെ കൃത്യമായി RSS തള്ളിപ്പറഞ്ഞു. എന്നാലും സംഘപരിവാറിന് വേണ്ടി, RSSന് വേണ്ടി, ഹിന്ദുത്വത്തിന് വേണ്ടി വല്ലാതെ വർത്തമാനം പറയുന്ന, എഴുതുന്ന, വളരെ മനോഹരമായി ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോൾ, പറയുമ്പോൾ വർഗീയ പരാമർശങ്ങൾ കൃത്യമായി ഉപേക്ഷിക്കണം. ഇത് വർഗീയ പരാമർശത്തിലുപരിയായി ഇത് വളരെ ഗുരുതരമായ സ്ത്രീ വിദ്വേഷമാണ് പ്രകടിപ്പിച്ചത്. അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇദ്ദേഹം BJPയുടെ ഇന്റലക്ച്വൽ സെല്ലിൽ ഉണ്ടായിരുന്ന കൺവീനർ ആണെന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു പോയെങ്കിൽ, നാവ് പിഴയാണെങ്കിൽ, തെറ്റുപറ്റിയെങ്കിൽ എന്തുകൊണ്ടൊരു ഖേദപ്രകടനം നടത്തിയില്ല? എന്നെ അത്ഭുതപ്പെടുത്തിയതാണ്. അദ്ദേഹം ഇത്രയും പ്രായമുള്ള ഒരാൾ എന്തെങ്കിലും ഒരു പ്രശ്നം, ഞാനൊക്കെ ആണെങ്കിൽ 100% ഖേദം പറയും. കാരണം നമ്മളുടെ വാക്ക്, നമ്മളുടെ അക്ഷരങ്ങൾ, നമ്മൾ എഴുതുന്നത്, നമ്മൾ പറയുന്നത് ഒരു സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞാലും, എതിരാളികളെ കൊല്ലുന്നതിന് വേണ്ടി പറഞ്ഞാലും അത് വേദനയുണ്ടാക്കിയാൽ, അതിലല്ലാത്തൊരു വിഭാഗത്തിന് വേദനയുണ്ടായി. ഇപ്പൊ സ്ത്രീകളെ അവിടെ പോയ ഇടതുപക്ഷത്തിന്റെയും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ ഭാഷയല്ല കേട്ടോ, അർബൻ നക്സലേറ്റുകളുടെയും അല്ലെങ്കിൽ മാവോയിസ്റ്റുകളുടെയും
അല്ലെങ്കിൽ അറു പിന്തിരിപ്പന്മാരായ കുറച്ച് പേര് തന്നെ അങ്ങോട്ട് പോയെന്ന് വിചാരിക്കുക. അവരെയാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചിരുന്നെങ്കിലും അങ്ങനെ പറയണമായിരുന്നു. ഇദ്ദേഹം അങ്ങനെ പറഞ്ഞാലും തെറ്റാണ്. അതിൽ പോയതിൽ എത്രയോ സ്ത്രീകളുണ്ട്, എത്രയോ പിന്നെ മാന്യമായി ഇവിടെ ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. അല്ലാതെ മാന്യമായി ജീവിക്കാത്ത സ്ത്രീകളുടെ കണക്കെടുക്കാൻ മോഹൻദാസിനെ ആരും ഏൽപ്പിച്ചിട്ടുമില്ല. മോഹൻദാസിന്റെ ജോലി ഇവിടെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്ത്രീകൾ മാന്യമായിട്ട് ജീവിക്കുന്നുണ്ടോ, അമാന്യമായിട്ട് ജീവിക്കുന്നുണ്ടോ, മാന്യേതരമായി ജീവിക്കുന്നുണ്ടോ, ഇതൊന്നും കണക്കെടുക്കാൻ TG ആരും ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒരു ഒന്നൊന്നര ഹിമാലയൻ ബ്ലണ്ടറാണ്, വല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ എന്നിട്ട് അദ്ദേഹം അത് പറഞ്ഞു എന്ന് മാത്രമല്ല, പറഞ്ഞതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഇങ്ങനെ ഒരു സമൂഹം ഇത് ഏറ്റെടുത്തിട്ട് ഇത് തെറ്റല്ലേ താങ്കൾ ചെയ്തത്, താങ്കൾ ഇത് തിരുത്തണമെന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് കൊണ്ട് പോലും ഒരു വീഡിയോ ചെയ്യാതെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ സാഹചര്യം ഇതാണ്, അതിൻ്റെ കണ്ടീഷൻ ഇതാണ്, അതിൻ്റെ സറൗണ്ടിങ്സ് ഇതാണ്, സിറ്റുവേഷൻ ഇതാണ്, അതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ പിൻവാങ്ങുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശ്നമുണ്ടായിട്ടെങ്കിൽ എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ ഇല്ലാത്ത ഈഗോയും കോംപ്ലക്സും കയറി തലയ്ക്കടിച്ച് നിന്നാൽ ഒന്നും ചെയ്യാനില്ല. പിന്നെ കേസ് പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കേസ് പറയുന്നത് ഒരു അഭിമാന പ്രശ്നമായിട്ടൊന്നും എടുക്കണ്ട. കേസ് പറയുന്നത് അത്ര അഭിമാന പ്രശ്നമൊന്നും അല്ല. എന്തിനാണ് ഇങ്ങനെ വയസ്സുകാലത്ത് ഇതിന്റെ പുറകെ പോകുന്നതെന്ന് അദ്ദേഹം ചിന്തിക്കണം. അദ്ദേഹത്തിന് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. 100% അദ്ദേഹം ചെയ്തത് തെറ്റാണ്. ആ തെറ്റിനെ ഒരാൾ പോലും ന്യായീകരിക്കരുത്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരും വന്ന് ന്യായീകരിക്കരുത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം അദ്ദേഹം. അല്ലെങ്കിൽ എന്തുകൊണ്ട് പൊതുസമൂഹത്തിനോട് ഒരു പൊതുമാപ്പ് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു ഖേദപ്രകടനം നടത്തിയില്ല? എത്രയോ പേർ, CP ജോൺ മന്ത്രി ഒരു പ്രസ്താവന നടത്തിയപ്പോൾ അതിൽ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് സ്ത്രീകളടക്കമുള്ളവർ പറഞ്ഞു. CP ജോൺ മന്ത്രിയാണ്, അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു, എനിക്ക് അതിൽ തെറ്റുപറ്റി, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഞാൻ കാഷ്വൽ ടോക്ക് സംസാരിക്കാൻ പാടില്ല, ഞാൻ മന്ത്രിയാണ്, ഇനി ഞാൻ സൂക്ഷിച്ച് സംസാരിക്കുകയുള്ളൂ. ഇതിലെ തെരുവിൽ നിന്ന് ആളുകൾ പ്രസംഗിക്കുന്നത് പോലെ കയ്യടി കിട്ടാൻ വേണ്ടി പഴയ ആളുകളൊക്കെ വന്ന്, ഓരോ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ കയ്യടി കിട്ടാൻ വേണ്ടി പ്രസംഗിക്കും. അപ്പോൾ കുറച്ച് അശ്ലീലം കാണും, കുറച്ച് പിന്നെ ലൈംഗിക ചുവയുള്ള കാര്യങ്ങൾ കാണും, അല്ലെങ്കിൽ കുറച്ച് തെറി കാണും, എല്ലാം പൂരപ്പാട്ടായിരിക്കും ചിലപ്പോൾ പറയുന്നത്. പക്ഷെ അത് ഒരു ചാനലിൽ, ഒരു ആർക്കൈവിൽ കിടക്കുന്ന ചാനലിൽ, ഒരു യൂട്യൂബിൽ, ഒരു ഡിജിറ്റൽ ചാനലിൽ, അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് ചാനലിൽ വന്നിരുന്ന് TG മോഹൻദാസിനെ പോലൊരാൾ ഒരു കാരണവശാലും പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനെ ഒരു കാരണവശാലും നമുക്ക് അന്യായമെന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം ചെയ്ത, അല്ലെങ്കിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ച് ഇത് കൃത്യമായി ഇതിൽ നിന്ന് ഒഴിയണമായിരുന്നു. അതും ചെയ്യാത്ത സാഹചര്യത്തിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആരും അദ്ദേഹത്തെ ന്യായീകരിക്കുന്നത് വരുന്നതിൽ ഒരു കഥയുമില്ല. പക്ഷെ ഒരുപാട് ന്യായീകരണ തൊഴിലാളികൾ വന്നിങ്ങനെ ന്യായീകരിക്കുന്നുണ്ട്. ഒരു കഥയുമില്ല. TG മോഹൻദാസ് ചെയ്തത് ശുദ്ധമായ പോഷ്കത്തരവും തെമ്മാടിത്തരവും ഒരു പരിഷ്കൃത സമൂഹത്തിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തത്. അങ്ങനെ നമുക്ക് പറയാൻ TGയെ ഇവിടെ ആരും ചുമതലപ്പെടുത്തിയിട്ടുമില്ല.